ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. എനിക്ക് ഡാൻസ് ശ്രീനിവാസൻ മുത്താണ്. നിങ്ങളൊക്കെ ഇരുത്തിക്കൊണ്ട് ഒന്ന് ചെയ്താലേ മറ്റൊന്നിന് ഈ അർത്ഥം വെച്ച ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഒരു അർത്ഥം മനസ്സിലായില്ലേ? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഞാൻ ഞാനാണ് ഏറ്റവും വലിയ ചടിയത്. ഇതൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് മനസ്സിലാവണം ഞാനൊക്കെ എത്ര ചില ആളുകളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സിനിമയിൽ അറിയണമെന്ന് ആഗ്രഹമില്ല. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ കുറഞ്ഞാലും സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ ആണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ഭാര്യ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട്. ആരുടെ കൂടെ എന്തെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്തൊക്കെയാ ചോദിക്കുന്നു? കുറച്ച് നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഭാര്യ അറിയാതെ പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ടോ? ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ കുറച്ചുകൂടി ഒരു സിനിമയുടെ പ്രൊമോഷൻ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഒരു ചോദ്യം എന്ത് ചോദ്യമാണെന്ന് ഞാനത് ചോദിക്കരുതായിരുന്നു. പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ചെയ്ത ഇന്റർവ്യൂസ് ഇല്ലേ, അതെടുത്തിട്ടിരുന്ന് കാണണേ. അപ്പോഴെനിക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം പുരോഗമിച്ചെന്ന്. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എനിക്ക് അങ്ങനെ എന്ത് പറഞ്ഞാലും എനിക്ക് മറ്റേ പോത്തിന്റെ തൊലിക്കട്ടി അങ്ങനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഏക്കത്തില്ല. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കുറെ കഷ്ടപ്പെട്ടുണ്ട്. സത്യം അതേ ചോദ്യത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ആശ്വാസമായി. ചോദിക്കാൻ അമ്മൂമ്മയുടെ ചോദ്യം. ഇങ്ങനത്തെ രസകരമായ റൗണ്ടുകളുമായി വീണ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം. നിന്നെ നീ പരിസരത്ത് കണ്ടുപോരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.